നമ്മൾ ഈ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഇരട്ടി ഭീകരതയാ ജയിലിനകത്ത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അല്ലെങ്കിൽ ജാമ്യം വാങ്ങി പുറത്തു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ശിവദാസന്റെ ശവമായിരിക്കും. അച്ഛൻ കാല് വഴുതി ഒന്ന് വീണപ്പോ തല ചെറുതായിട്ടൊന്ന് പൊട്ടിയതാ. അച്ഛൻ വെറുതെ പറയുക. ഇത് മറ്റെന്തോ സംഭവിച്ചതാ. എന്ത് വിധി അച്ഛാ നമ്മുടേത്. എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാ നമ്മള്. മോള് വിഷമിക്കല്ലേ. സത്യം എന്തായാലും പുറത്തു വരും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനെന്ന് ഇതൊക്കെ ഇയാളോട് പറഞ്ഞു കൊടുക്കുന്നതാ ചേട്ടാ. എത്ര പറഞ്ഞാലും ഇയാൾക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. എല്ലാം അച്ഛന്റെ സമയദോഷാണ് മോളെ. അനുഭവിക്കാൻ യോഗം കിടക്കുമ്പോ അനുഭവിച്ചല്ലേ പറ്റൂ. ഞാൻ തന്നോട് പറഞ്ഞില്ലല്ലോ, ഈ അശോകൻ എന്റെ കൂടെ ഒരുമിച്ച് LLBക്ക് ഉണ്ടായിരുന്നതാ. ഞാൻ കോളേജിലൊക്കെ എങ്ങനെയായിരുന്നെന്നും എന്റെ സ്വഭാവം എന്തായിരുന്നെന്നൊക്കെ അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. പക്ഷെ അതൊക്കെ കേൾക്കാനുള്ള മനസാന്നിധ്യം തനിക്ക് വേണം, എന്നാലേ ചോദിക്കാവൂ. അതിനുള്ള മനസാന്നിധ്യം എനിക്കില്ലെന്ന് കൂട്ടിക്കോ. ആ എങ്കിൽ ചോദിക്കണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്ക് ഇതുവരെ മാറിയിട്ടില്ലേ? മഹി, ഒന്ന് വന്നേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഞാനിപ്പോ വരാം. പോ. പാവം, നമുക്ക് വേണ്ടി മഹി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ലക്ഷ്മി നിന്റെ ചേച്ചിയാണെന്ന് അവിടെ ഇതുവരെ അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ. മഹിയോടും പറഞ്ഞിട്ടില്ലേ? ഇല്ല. എന്നാലും എന്റെ മോള് തന്നെ ഞാൻ വിശ്വാസവഞ്ചകനാണെന്ന് കോടതിയിൽ വന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് താഴ്ന്നു പോയ പോലെയായി. അന്നേരം അച്ഛന്റെ മനസ്സ് മരവിച്ചു പോയ പോലെ തോന്നി. ഒരു മകളും ഒരച്ഛനോടും കാണിക്കാൻ പാടില്ലാത്തതാ എന്റെ മോൾ എന്നോട് ചെയ്തത്. മഹിയുമായിട്ട് ഇത്ര അടുപ്പമുള്ള ആളാണ് ശിവദാസൻ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആളൊരു പാവാ. രണ്ടുപേരെ കൊല്ലാനുള്ള മനസ്സൊന്നും ഇയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛൻ സത്യം പറയോ? മോള് ചോദിക്കേ. അച്ഛനെ ജയിലിനകത്ത് വെച്ച് ആരെങ്കിലും ഉപദ്രവിച്ചതാണോ? സത്യം പറയച്ച. അതെ മഹി, ജയിലിനകത്തിട്ട് ശിവദാസനെ കൊല്ലാൻ നോക്കിയതാ. സത്യാണോ? എന്റെ ഒരു പരിചയക്കാരൻ ഒരു ജയിൽ വാർഡനുണ്ട്. അയാളാ ഈ കാര്യം എന്നോട് പറഞ്ഞത്. ഏയ്, ജയിലില് മോള് പേടിക്കുന്ന പോലൊന്നുമില്ല. അവിടെ എല്ലാവരും നല്ല സ്നേഹത്തോടെയാ കഴിയുന്നേ. ആരും വലിയ കുഴപ്പക്കാരൊന്നുമല്ല. നമ്മൾ ഈ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഇരട്ടി ഭീകരതയാ ജയിലിനകത്ത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അല്ലെങ്കിൽ ജാമ്യം വാങ്ങി പുറത്തു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ശിവദാസന്റെ ശവമായിരിക്കും. അച്ഛാ, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങള്. ഏയ് മോളെ, എനിക്കൊന്നും സംഭവിക്കില്ല മോളെ. നോക്ക്, മോള് സമാധാനായിട്ടിരിക്കെ. ഭദ്രേട്ടാ, ശിവദാസൻ ഇനി തിരിച്ച് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ശിവദാസന് പ്രത്യേകതയുണ്ടാവും. ഒരുപക്ഷേ
പ്രത്യേക സെക്യൂരിറ്റി ക്യാമറയ്ക്ക് നേരെയിരിക്കുന്ന സെല്ലിലായിരിക്കും ശിവദാസനെ ഇനി കിടത്തുന്നത്. പിന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത്ര എളുപ്പമാവില്ല. അറിയാൻ കുഞ്ഞോളെ, ശിവദാസിനെ കുറിച്ച് കേട്ടറിഞ്ഞ പ്രോസിക്യൂഷൻ വക്കീല് ശിവദാസിനോടൊരു സിമ്പതി തോന്നി തുടങ്ങിയാൽ ജാമ്യം എളുപ്പത്തിലാവും. മാത്രമല്ല, കൊട്ടാരത്തിലെ കേസ് നടത്തിക്കാൻ അനന്തരാവകാശികളാരും ഇല്ലാത്തതുകൊണ്ട് കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോവും. ഇതിലും ശക്തനായി ശിവദാസൻ രംഗത്തിറങ്ങും. പിന്നെ മണിമാല അടക്കമുള്ള എല്ലാ സ്വത്തുവകകളും ചിലപ്പോൾ സർക്കാർ ഖജനാവിലേക്ക് ചെന്നെത്തും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ശിവദാസനെ ആശുപത്രി ഇട്ട് തന്നെ തീർക്കണം. ഭദ്രേട്ടാ, പുറത്തു നിന്ന് ആളിനെ ഇറക്കി നമ്മള് ശിവദാസനെ തീർക്കാൻ നോക്കിയാലും ആശുപത്രിക്കകത്ത് ഒരാളില്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകും. ഒന്നാമത് പോലീസ് സംരക്ഷണയിലുള്ള മുറിയിലാണ് ശിവദാസൻ കിടക്കുന്നത്. പോലീസ് ഒന്നും മാറിത്തരണമെങ്കിലും ആശുപത്രി ജീവനക്കാരുടെ അനുവാദം വേണം. കുഞ്ഞോട് പറയുന്നത് ശരി തന്നെയാ. പക്ഷേ അങ്ങനെ ഒരാള് ഞാൻ സിറ്റി സ്റ്റേഷൻ സർക്കിളിന്റെ നമ്പർ തരാം. ആളിപ്പോ കാലിനൊരു പൊട്ടൽ പറ്റി വീട്ടിൽ ലീവില. ഞാൻ വിളിച്ചു പറയാം. ആദ്യം ഭദ്രേട്ടൻ ആളിനെ പോയെന്ന് കാണും. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ആള് പറഞ്ഞു തരും. കുഞ്ഞോളെ, ഈ കാക്കിയിട്ടവരെ വിശ്വസിക്കാവോ? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇയാളെ വിശ്വസിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? കുറവുണ്ട്. ടാബ്ലറ്റ് ഉണ്ട്. എന്തെങ്കിലും ആഹാരം കഴിച്ചായിരുന്നോ? കുറച്ചു മുന്നേ ചൂട് കഞ്ഞി കുടിച്ചിരുന്നു. ദാ ഇത് കഴിക്കണം. കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. സിസ്റ്റർ, അച്ഛന് നല്ല ഭേദമായിട്ട് വിട്ടാ മതി. അല്ലെങ്കിലും അത് അങ്ങനെയുള്ളൂ. ദാ